ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവഞ്ചേഴ്സ് തീമിലാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ക്ലീനായ ഒരു ബൗളിലേക്ക് 8 മുട്ട, 2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഓയിൽ ചേർത്ത ശേഷം ലോ സ്പീഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കാൽ കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് പാല് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പാല് ഇനി ഫ്ലോർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നല്ല ഹൈറ്റിന് കിട്ടണമെന്നുള്ളത് കൊണ്ട് 7 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ടിന്നിനടിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വെക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ലെയറായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഓരോ കേക്കും 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 6 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ചോക്ലേറ്റും 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്താണ് ഈ ഗനാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി തണുത്ത ഗനാഷിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഐസിങ് ചെയ്യാം. ഒരു കേക്ക് ബേസ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം.
കുറച്ച് ഗനാഷ് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ചോക്കോ ചിപ്സ് ഇടാം. സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ഗനാഷ് സ്പ്രെഡ് ചെയ്യാം. ചോക്കോ ചിപ്സ് ഇടാം. തേർഡ് ലെയർ കേക്കും വെച്ച് ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീമും ഗനാഷും സ്പ്രെഡ് ചെയ്യാം. ആറ് ലെയറും ഇതുപോലെ ക്രീമും ഗനാഷും ചോക്കോ ചിപ്സും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. വിപ്പിംഗ് ക്രീമിലേക്ക് സൂപ്പർ റെഡ് കളറും നിയോൺ ബ്രൈറ്റ് ബ്ലൂ എന്ന കളറും നിയോൺ ബ്രൈറ്റ് ഗ്രീൻ എന്ന കളറും കൂടി മിക്സ് ചെയ്ത് 3 പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കുറച്ച് കട്ട് ചെയ്ത ശേഷം കേക്കിന് താഴെ ഗ്രീൻ കളർ വെച്ച് ഇതുപോലെ വരയ്ക്കാം. ഇനി ബ്ലൂ കളർ വെച്ച് ഇതുപോലെ വരയ്ക്കാം. ഇനി റെഡ് കളർ വെച്ച് ഇതുപോലെ വരയ്ക്കാം. കേക്കിൻ്റെ സൈഡ് ഇതുപോലെ ലെവൽ ചെയ്യാം. ഒരു പ്രാവശ്യം ലെവൽ ചെയ്ത ശേഷം സ്ക്രേപ്പർ നന്നായി ക്ലീൻ ചെയ്തിട്ടായിരിക്കണം വീണ്ടും ലെവൽ ചെയ്യേണ്ടത്. ഇനി കേക്കിൻ്റെ മുകളിലും കൂടി ക്രീം അപ്ലൈ ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 2 kg ആണ്. കേക്കിൻ്റെ സൈഡ് വീണ്ടും ലെവൽ ചെയ്യാം. അതിനുശേഷം കേക്കിൻ്റെ ടോപ്പും കൂടി നന്നായി ലെവൽ ചെയ്യാം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് മുകളിൽ സൈഡിലായി കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഹീറോസിൻ്റെ ടോപ്പറും കുറച്ച് സിൽവർ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.